സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉച്ചയോടെ വർധനവ്. പവന് 520 രൂപ വർദ്ധിച്ച് 1,25,040 രൂപയായി. ഇന്ന് രണ്ടാം തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിക്കുന്നത്. 2 ദിവസം കൊണ്ട് 8,440 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരുവിട്ടതോടെ സ്വർണ്ണവിലയും പിടിതരുന്നില്ല. വിലയിൽ ഇന്നും കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങിയതോടെ ഇനി സ്വർണ്ണവില തകിടം മറിയുമെന്നും ഉറപ്പായി കഴിഞ്ഞു. ഈ ബാക്കിയാകുന്ന തീ സ്വർണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്വർണ്ണവില ഉച്ചയ്ക്ക് കുറഞ്ഞില്ല, പകരം കുതിച്ചു കയറുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിലാണ് ഈ കയറ്റം. നെഞ്ചു പൊള്ളിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾക്കും വ്യാപാരികൾക്കുമാണ്. രാവിലെ സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി വിലയിടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾ ആഘോഷമാക്കുന്നതിനിടെ ഉച്ചയ്ക്ക് തീ പിടിച്ച പോലെ സ്വർണ്ണവില ഉയരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 22 ക്യാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണത്തിന് 1 ഗ്രാമിന് 65 രൂപ കൂടി വില 15,630 രൂപയായി. 1 പവന് 520 രൂപയാണ് കൂടിയത്. 1,25,040 രൂപയിലാണ് വ്യാപാരം. 18 ക്യാരറ്റിനും വില കൂടിയിട്ടുണ്ട്. ഗ്രാമിന് 55 രൂപ കൂടി 12,840 രൂപയും 1 പവന് 440 രൂപ കൂടി 1,02,720 രൂപയുമായി. മാത്രമല്ല 14 ക്യാരറ്റിനും വില കൂടിയിട്ടുണ്ട്. 9 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് പുതിയ വിപണി വില 6,445 രൂപയാണ്. അതേസമയം വെള്ളി വില ഗ്രാമിന് 330 രൂപയിൽ തുടരുകയാണ്. രാവിലെ വില കുറയുന്നതായിരുന്നു കണ്ടത്. പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യങ്ങളിലെ തുടരുന്ന അശാന്തമായ അന്തരീക്ഷവുമാണ് ഈ പശ്ചാത്തലത്തിന് കാരണം. രാജ്യാന്തര വിപണി പ്രവർത്തിക്കാതിരിക്കുന്ന ശനി ഞായർ ദിവസങ്ങളിൽ പോലും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 8,440 രൂപയുടെ മാറ്റമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ 2,400 രൂപയാണ് പവന് കുറഞ്ഞത്. പക്ഷേ US സംഘർഷം രൂക്ഷമാകുന്ന സൂചനകൾ വന്നതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,400 നിലവാരം വീണ്ടും മറികടന്നു. ഇതോടെ ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും വില വർദ്ധിച്ചു. ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പുതുക്കിയ വിപണിക്കൊപ്പം ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേലുള്ള 3% GSTയും ഹോൾമാർക്ക് ചാർജ് ഇനത്തിലുള്ള 45 രൂപയും ഇതിന്മേൽ 18% നിരക്കിലുള്ള GSTയും ചേർത്ത് 1,42,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ വ്യത്യാസവും വരാം. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ പ്രവചനങ്ങൾ. ഒരുപക്ഷേ വില പവന് 1.5 ലക്ഷം വരെ എത്തുമെന്നും പറയുന്നുണ്ട്. സ്വർണം വാങ്ങാൻ കാത്തുനിൽക്കുന്നവരെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കനത്ത തിരിച്ചടിയായിരിക്കും ഇതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇനി സാധാരണക്കാരന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുക എന്നത് സ്വപ്നമായി മാറുമെന്നും വിപണി വിദഗ്ധർ പറയുന്നു. കാരണം വലിയൊരു മുന്നേറ്റം തന്നെയാണ് വ്യാപാരത്തിൽ കാഴ്ചവെക്കുന്നത്. 1 പവൻ ആഭരണം വിറ്റാൽ തന്നെ മികച്ച വില സ്വന്തമാക്കാൻ ഇപ്പോൾ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും വിപണി സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.